ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പോൾ നമ്മുടെ ഈ 30 ഡേയ്സ് വരുന്നതിൽ ഇന്ന് 29 ഡേ ആണ്. അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു എൻഡിങ് പോയിന്റ് എന്ന പോലെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നോക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങനെ എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെൻസസ് മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വേറൊരാളുടെ കുറ്റം പറയണമെങ്കിൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടായേ പറ്റത്തുള്ളൂ. അതെന്താ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യായിരുന്നെന്ന്. അവൻ എന്നോട് പറഞ്ഞത് അവൻ നേഴ്സാണെന്നാണല്ലോ. ഇങ്ങനെ നമ്മൾ പറയല്ലേ. അല്ലെങ്കിൽ പറയും അവൻ പറഞ്ഞത് അവര് പോയെന്നാണല്ലോ. ഇങ്ങനെ നമ്മൾ മറ്റൊരാൾ പറഞ്ഞ കാര്യം ഒരു കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പം എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളോട് പറയുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്താണ് പ്രശ്നം? നമ്മൾ പറയുന്നതും നമ്മൾ മറ്റൊരാളോട് പറയുന്നതും തമ്മിൽ ടെൻസസ് തമ്മിൽ മാറ്റമുണ്ട്. അതായത് നമ്മൾ പറയുന്ന പ്രസന്റ് ടെൻസ് എല്ലാം പാസ്റ്റിലോട്ട് മാറും. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നൗ എന്ന് നമ്മൾ പറയുന്നതിനകത്തുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ then എന്നായിട്ട് മാറും. ടുഡേ ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഡേ എന്നായിട്ട് മാറും. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. നൗ എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? then എന്നാകും. ടുഡേ എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ല, ഇന്ന് അവൾ ആ ദിവസം പറഞ്ഞായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ പറയും. അപ്പോൾ അത് ദാറ്റ് ഡേ എന്നായിട്ട് മാറും. പിന്നെ ഹിയർ എന്നുള്ളത് ദെയർ എന്നായിട്ട് മാറും. അതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്ന് ടെൻസ് മാറും, പാസ്റ്റിലോട്ട് പോകും, ടെൻസ് മാറും എന്നുള്ള കാര്യം. പിന്നെ ഈ കുഞ്ഞു വാക്കുകളൊക്കെ മാറുമെന്നുള്ള കാര്യം. പിന്നെ പ്രനൗൺ ആകും എന്നുള്ളൊരു കാര്യവുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ലിങ്ക് തരാം കേട്ടോ. ഞാൻ നോക്കട്ടെ, കിട്ടുമെങ്കിൽ തരാം. അപ്പോൾ ഞാനിപ്പോൾ പറയാണ് ഐ ഈറ്റ് ആൻ ആപ്പിൾ. വാട്ട് ഇസ് ദ മീനിങ്? ഞാൻ ആപ്പിൾ കഴിക്കാറുണ്ട്. ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ഈറ്റ് ആൻ ആപ്പിൾ. കാരണം ഐ സബ്ജക്റ്റ് ആണ്, ഈറ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സബ്ജക്റ്റും വേർബിന്റെ ഫസ്റ്റ് ഫോമും വരുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഐ ഈറ്റ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പിള് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് പറഞ്ഞത് ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഞാൻ ആപ്പിള് കഴിക്കാറുണ്ട്. പക്ഷെ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ ആളോട് പറയാണ് അവള് പറഞ്ഞു ആപ്പിള് കഴിക്കാറുണ്ടെന്ന്. എങ്ങനെയാണ് പറഞ്ഞത്? അവൾ പറഞ്ഞു ഷീ സെഡ്. അവൾ പറഞ്ഞു പാസ്റ്റിലോട്ട് പോയി. ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് വേർഡ് നമ്മൾ അവിടെ കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷീ സെഡ് അവൾ ആപ്പിൾ കഴിക്കാറുണ്ടെന്ന്. അപ്പൊ അത് എങ്ങനെയോട്ട് മാറണം? അവൾ പറഞ്ഞ കാര്യമാണ്, പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറണം. അപ്പൊ ഷീ സെഡ് ദാറ്റ് ഷീ ate an apple. ക്ലിയർ ആയോ? ഐ ഈറ്റ് ആൻ ആപ്പിൾ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ കേട്ട ആള് മറ്റൊരാളോട് പറയാണ് ഷീ സെഡ്, അവള് പറഞ്ഞു. ഷീ ഐ എന്തായി മാറി? ഷീ ആയി മാറി, കാരണം ഞാനാണ്. ഷീ ഏറ്റ് ആൻ ആപ്പിൾ. ആപ്പിള് കഴിക്കാറുണ്ടെന്ന്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു സെന്റൻസ്, വി ഗോ ടു ദ സ്കൂൾ എവരി ഡേ. What's the meaning? We go to the school every day. Simple present tense ആണ്. We എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഗോ എന്ന് പറയുന്ന വേർബിന്റെ ഫസ്റ്റ് ഫോം. We go to the school every day എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ എന്നോടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് അവര് പറഞ്ഞു അവരെല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടെന്ന്. അവര് പറഞ്ഞു എന്നായി. അവരെന്ന് പറയുന്നത് എന്ത് വേണം? ദേ സെഡ്. അവര് പറഞ്ഞു, നമ്മൾ പറഞ്ഞൊരു കണക്റ്റിംഗ് വേർഡ് കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ് എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് വേർഡ് കൊടുത്തു. ദേ സെഡ് ദാറ്റ്. അവര് പറഞ്ഞത് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ് അവര് പറഞ്ഞു അവർ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടെന്ന്. അപ്പോൾ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ആയിട്ട് മാറി. ദേ സെഡ് ദാറ്റ് ദേ വെന്റ് ടു ദ സ്കൂൾ എവരി ഡേ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത്
ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് നമ്മൾ പറഞ്ഞു, അവർ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് എന്ന്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുവാണ് ചെയ്തത്. ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് നോക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് കുക്കിംഗ്. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. വാട്ട് ഇസ് ദ മീനിങ്? അവൾ ഡിന്നർ കുക്ക് ചെയ്യാണ് എന്നാണ് അർത്ഥം. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. ഇപ്പോ ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. ഇപ്പൊ അവള് കുക്ക് ചെയ്യാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പിന്നെന്താണ്, അവൻ പറയുവാണ്, അവൻ പറഞ്ഞു അവള് കുക്ക് ചെയ്യുമായിരുന്നെന്ന്, അല്ലേ? ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ വേറൊരാളോട് പറയുന്നത് എന്താണ്? ഹീ സെഡ് ദാറ്റ് ഷീ വാസ് കുക്കിംഗ് ഡിന്നർ എന്നായിട്ട് മാറി. ഈസ് കുക്കിംഗ് എന്തായി മാറി? വാസ് കുക്കിംഗ് എന്നായിട്ട് മാറി. അത് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. അപ്പൊ പിന്നെ അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് കൊടുത്തു? ഹീ സെഡ്, അവൻ പറഞ്ഞു അവൾ കുക്ക് ചെയ്യായിരുന്നത്. ഷീ വാസ് കുക്കിംഗ് ഡിന്നർ കുക്ക് ചെയ്യായിരുന്നു എന്ന്. അപ്പൊ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. വി ആർ പ്ലേയിങ് ഫുട്ബോൾ. ഞങ്ങള് ഫുട്ബോൾ കളിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിന് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് പോകണം. അപ്പൊ അവര് പറഞ്ഞു ദേ സെഡ് ദാറ്റ് ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ. അവര് ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്ന്. അപ്പൊ എന്തായി? ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി, സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റുമായിട്ട് മാറി. ഇത്ര മാത്രം. ഇനി നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കില്ലെങ്കിലും നിങ്ങളുടെ അറിവിലോട്ട് ഞാൻ പറയാം. പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും, അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് ആയിട്ട് മാറും. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി തീർത്തു. I have finished my work. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഞാൻ എന്ന ഒരാളാണ് തന്നെ നിങ്ങളോട് പറയാണ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പൊ കേട്ട നിങ്ങൾ വേറൊരാളോട് പറയാണ് അവള് പറഞ്ഞു അവളുടെ ജോലികളെല്ലാം ചെയ്ത് തീർത്തെന്ന്. ഹാവാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക്. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക്. അവളുടെ ജോലികൾ തീർത്തെന്ന്. ക്ലിയർ ആയല്ലോ? അപ്പൊ അവിടെ ടെൻസ് മാറി എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു എന്ന് പറയാൻ നമുക്ക് സെഡ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ നമ്മളൊരു കണക്റ്റിംഗ് വേർഡ് കൊടുത്തില്ലെങ്കിലും തെറ്റുന്നില്ല. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇതറിയണമെങ്കിൽ എന്തറിയണം? നമ്മുടെ ടെൻസിന്റെ സ്ട്രക്ചർ അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പഴയതായിട്ട് എടുത്തിട്ടുള്ള എല്ലാ ടെൻസസിന്റെയും ഒരു പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അതിനേക്കാൾ ഉപരി നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളെ ഇംഗ്ലീഷിലുള്ള മുഴുവൻ ഗ്രാമറും ഒന്നിച്ചെടുക്കുന്ന ഒരു ക്ലാസ് ആണ് നാളെ വരാൻ പോണത്. അപ്പോൾ നിങ്ങൾ അത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളത്തെ എൻ്റെ ക്ലാസ് മിസ്സാക്കാതെ നിങ്ങൾ കാണുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് മനസ്സിലായല്ലോ. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ എല്ലാ ടെൻസസും മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് മതി. നമ്മൾ ഇങ്ങനെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.